നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധമുഖത്തു നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറാനും അമേരിക്കയും. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ആരംഭിച്ച ആ സൈനിക നടപടി ഇപ്പോൾ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആക്രമണം നടക്കുന്നില്ലെങ്കിലും ഇറാനെ പരമാവധി അമേരിക്ക ദ്രോഹിക്കുന്നുണ്ട്. ഇറാൻ തുറമുഖങ്ങളെ അമേരിക്ക ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറമുഖങ്ങൾ അടഞ്ഞു കിടന്നാൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം നിലയ്ക്കും. എണ്ണ വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ്റെ 90% പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിൽ ഇങ്ങനെ ഇറാൻ്റെ കപ്പലുകൾക്കെതിരെ അമേരിക്ക ഉപരോധം തീർത്താൽ കയറ്റുമതി മേഖല സ്തംഭിക്കുകയും ഇറാൻ്റെ സാമ്പത്തിക അടിത്തറ തകരുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത്. അമേരിക്ക പറയുന്ന കാര്യങ്ങളിലേക്ക് ഇറാൻ വന്നില്ല എങ്കിൽ, അമേരിക്ക പറയുന്നത് ഇറാൻ അനുസരിച്ചില്ല എങ്കിൽ, ആണവായുധ സമ്പുഷ്ടീകരണം അടക്കം ഉടൻ നിർത്തിവച്ചില്ല എങ്കിൽ ഈ ഒരു സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു ഉപരോധം തുടരുമെന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മേഖലയിൽ ഇപ്പോൾ വെടിപൊട്ടുന്നില്ലെങ്കിലും പ്രതിസന്ധി ഒഴിയുന്നില്ല. ഈ ഉപരോധത്തിന് പകരമായി മുഴുവൻ ഹോർമൂസ് കടലെടുക്കും ഇറാൻ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള എണ്ണ നീക്കം ആകെ തടസ്സപ്പെട്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും കടുത്ത ശത്രുതയിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ. ഇറാനിൽ നടന്ന ആക്രമണത്തിൽ ഇറാൻ ഭരണകൂടത്തിൻ്റെ നിരവധി ഉന്നതരെയാണ് അമേരിക്കൻ സൈന്യം ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവനുസരിച്ച് കൊന്നൊടുക്കിയത്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും കടുത്ത ശത്രുതയിലാണ്. പ്രതികാരാഗ്നി ഈ IRGS എന്ന് പറയുന്ന ഇറാൻ്റെ വിപ്ലവ സേനയ്ക്കുള്ളിൽ പുകയുകയാണ്. ഈ സാഹചര്യത്തിൽ ട്രംപിനും കുടുംബത്തിനും കനത്ത സുരക്ഷയാണ് ഇപ്പോൾ അമേരിക്കൻ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപിൻ്റെ മകൾ ഇവാങ്ക ട്രംപിനെ കൊലയാളി അടുത്തുവരെ എത്തിയിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊലയാളിയെ IRGSുമായി അല്ലെങ്കിൽ ഇറാൻ സൈന്യവുമായി ബന്ധമുള്ള ഈ കൊലയാളിയെ അമേരിക്കയുടെ സുരക്ഷാ വിഭാഗം കീഴ്പ്പെടുത്തുകയും ഇവാങ്ക ട്രംപ് എന്ന ട്രംപിൻ്റെ മകളെ സുരക്ഷിതയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഭീകരനിൽ നിന്നും ഇവാങ്ക ട്രംപ് താമസിക്കുന്ന ട്രംപിൻ്റെ ഫ്ലോറിഡയിലെ വീടിൻ്റെ ബ്ലൂ പ്രിൻ്റ് അടക്കം ഉണ്ടായിരുന്നു എന്നാണ് അമേരിക്കൻ സുരക്ഷാ സേന പറയുന്നത്. ന്യൂയോർക്ക് പോലീസ് ഈ ബ്ലൂ പ്രിൻ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ട്രംപിൻ്റെ ഈ വസതിയുടെ അടക്കമുള്ള വിശദമായ വിവരങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ അമേരിക്കൻ സുരക്ഷാ സേന വളരെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ബ്ലൂ പ്രിൻ്റ് വളരെയധികം അപകടകരമാണ് പുറത്തു പോകുന്നത്. IRGSുമായി ബന്ധപ്പെട്ട ഇറാൻ ചാരനാണ് ഈ വസതിയിൽ വച്ച് തന്നെ, അതായത് ഫ്ലോറിഡ വസതിയിലേക്ക് കടന്നു കയറി ആ വസതിക്കുള്ളിൽ വച്ചു തന്നെ ഇവാങ്ക ട്രംപിനെ വകവരുത്താനായി പദ്ധതി ഇട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും ആ ഭീകരൻ്റെ ആ ഒരു പദ്ധതി ആസൂത്രണം പാളിപ്പോവുകയും അത് ഇൻ്റലിജൻസിന് ചോർന്നു കിട്ടുകയും ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെയായിരുന്നു. ഇവാങ്കയെ വധിക്കുക എന്നതായിരുന്നു ഇയാളുടെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇവാങ്കയെ വധിക്കാനായി ഇയാൾ തിരഞ്ഞെടുത്തത്. അതായത് ട്രംപിൻ്റെ മകളെ വധിച്ചുകൊണ്ട് ട്രംപിനെ മാനസികമായി തളർത്തുക എന്നതാണ് ഈ ഭീകരൻ്റെ ഉദ്ദേശമായിരുന്നത്. 2020 ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ ഇറാൻ സൈന്യത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ഖാസെം സോളിമാനിയെ ഈ അമേരിക്കൻ സൈന്യം വധിച്ചിരുന്നു. ട്രംപിൻ്റെ ഉത്തരവനുസരിച്ചിട്ടാണ് ഖാസെം സോളിമാനിയെ 2020 അമേരിക്കൻ സൈന്യം ഡ്രോൺ ആക്രമണത്തിലൂടെ ബാഗ്ദാദിൽ വച്ച് വധിച്ചത്. ഈ ഒരു സൈനിക നടപടിക്ക് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ഇറാൻ സൈനികന് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവാങ്കയെ വധിക്കാനായി ഇറാൻ സൈനികനായിട്ടുള്ള മുഹമ്മദ് ബക്കർ അൽസാദി ഇവാങ്കയുടെ വീടിന് സമീപമെത്തിയത്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഭീകരൻ പിടിയിലായി. പക്ഷേ ട്രംപ് കനത്ത സുരക്ഷയിലേക്ക് പോയി എന്നുള്ളതാണ്. ട്രംപിൻ്റെ മകൻ്റെ വിവാഹം ഇന്ന് നടക്കുകയാണ്. ആ വിവാഹത്തിൽ പോലും ട്രംപിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ട്രംപ് വിവാഹത്തിൽ പങ്കെടുക്കാതെ ന്യൂയോർക്കിൽ തന്നെ തുടരുകയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം ട്രംപ് തന്നെ ട്രൂത്ത് സോഷ്യലിൽ നൽകിയിട്ടുണ്ട്. തൻ്റെ മകനായ ഡൊണാൾഡ് ജൂനിയർ, അതോടൊപ്പം തന്നെ ബെറ്റിന എന്ന് പറയുന്ന രണ്ട് യുവാക്കളുടെ വിവാഹം ഇന്ന് നടക്കുകയാണ്. ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഞാൻ എൻ്റെ കുടുംബത്തെക്കാൾ അമേരിക്കയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്.
വരികയാണ്. അതുകൊണ്ട് തനിക്ക് ന്യൂയോർക്കിൽ ഈ സമയം തുടരേണ്ടതുണ്ട്, ഈ വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രസിഡന്റ് ട്രംപ് തന്നെ ഇപ്പോൾ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. ട്രംപിൻ്റെ സുരക്ഷാ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ മകൻ്റെ വിവാഹത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്തത് എന്നാണ് ലഭിക്കുന്ന സൂചന. മകൾ ഈ പറയുന്ന ഇറാൻ സൈന്യത്തിൻ്റെ ചാരനാൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ട്രംപ് ഒന്നടങ്കം ഭീതിയിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വധശ്രമങ്ങൾ നിരവധി ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ട്രംപിനെ മാത്രമല്ല കുടുംബാംഗങ്ങളെയും ഭീകരർ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ ട്രംപിൻ്റെ മകൾക്ക് നേരെയുള്ള വധശ്രമം. എന്തായാലും ഈ വധശ്രമം നടത്തിയ ഇറാൻ സൈന്യവുമായി ബന്ധമുള്ള ഭീകരനെ വരെ ഇപ്പോൾ അമേരിക്ക അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വഷളായി വരികയാണ്. ആദ്യ ദിവസം തന്നെ ഈ ഫെബ്രുവരി 28 ആരംഭിച്ച സൈനിക നടപടിയാണ്. അതിൻ്റെ ആദ്യ ദിവസം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി വധിക്കപ്പെട്ടു. പിന്നാലെ ഇറാൻ സൈന്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇറാൻ ഭരണകൂടത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇവരെല്ലാം വധിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് സാധിച്ചു. എന്ന് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ വലിയ സേനാവിന്യാസം നടത്തി ഇറാന്റെ സാമ്പത്തികമായി നട്ടലൊടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപിനെതിരെ കടുത്ത അതൃപ്തി അല്ലെങ്കിൽ കടുത്ത പക ഈ ഇറാൻ സൈന്യത്തിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് സൂചന. അതുകൊണ്ടാണ് ട്രംപിൻ്റെ കുടുംബത്തെയും ട്രംപിനെയും ഇപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത്.